ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ലൊരു ആവോലി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ അടിപൊളി ആവോലി മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. 2 നുള്ള് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 10 ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് തേങ്ങ അരച്ച ആവോലി മീൻ കറിയുടെയും വാഴയിലയിൽ ആവോലി പൊള്ളിച്ചതിൻ്റെയൊക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. 12 കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ഈ അരപ്പിലേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. മീൻ ഇട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ മീനൊക്കെ വെന്ത് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കുക. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഈ ഉലുവപ്പൊടി ചേർത്ത ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. 1/3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഇത് ഒരുപാട് സമയമൊന്നും തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആവോലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല മീൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്